18 വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെ എന്നാണ് ചൊല്ല്. എങ്കിലും ചെണ്ട കൊട്ടൽ പെണ്ണുങ്ങൾക്ക് ചേർന്ന പണിയല്ലെന്നായിരുന്നു അടുത്ത കാലം വരെയുള്ള വെപ്പ്. ഇപ്പോൾ ഈ ധാരണ മാറ്റിമറിച്ച് പെൺകരുത്തിന്റെ മേളപ്പെരുക്കങ്ങൾ നാടുണർത്തുന്നു. ആറ്റിങ്ങൽ ഐലം ഗവൺമെന്റ് UPSലെ പെൺകുട്ടികൾ ഇത് തെളിയിച്ചിരിക്കുന്നു. താളം മുറുകുന്നു. മെല്ലെ തുടങ്ങി താളച്ചൊല്ലുകൾ ചടുലമാകുന്നു. മനസ്സിലെ താളക്കണക്കുകൾ ചെണ്ടക്കോലുകൾ ഏറ്റുപറയുന്നു. ഐലം സ്കൂളിലെ ഒരു സംഘം ആൺകുട്ടികൾ നേരത്തെ തന്നെ ചെണ്ടയിൽ പരിശീലനം നേടിയിരുന്നു. ഇവർ പൊതുപരിപാടികളിലും ഉത്സവവേദികളിലും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പെൺകുട്ടികൾക്കും ചെണ്ട പരിശീലനം നൽകാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചത്. ആദ്യമായി നമ്മൾ ആൺകുട്ടികളുടേതായ ഒരു മേളമാണ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം അരങ്ങേറ്റം സമ്പത്ത് വന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ MP സമ്പത്ത് വന്ന് അരങ്ങേറ്റം നടത്തി. അതിന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പെൺകുട്ടികളുടേതായ ഒരു പുതിയ ബാച്ചിന് ഈ വർഷം തുടക്കം കുറിച്ച് അരങ്ങേറ്റവും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇത് പ്രധാനമായും വാളക്കാട് ശശി എന്ന് പറയുന്ന ആശാൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവമാണ് ഈ ഇത്രയേറെ വിജയിക്കാൻ കാരണം പ്രതിഫലിച്ച ോടുകൂടിയല്ല അദ്ദേഹം ഇത് പഠിപ്പിക്കാൻ വന്നത്. പ്രസിദ്ധ ചെണ്ടവിദ്വാനായ വാളക്കാട് ശശിയാണ് പെൺകുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. പെൺകുട്ടികളുടെ പ്രകടനത്തിൽ ആശാനും അഭിമാനം. ആമ്പിള്ളേരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ആയിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ പഠിപ്പിച്ചു വന്നപ്പം ആമ്പിള്ളേരെക്കാൾ കുറെ കൂടെ എളുപ്പമുണ്ട്. കാരണം അവരെ കൈ മറ്റതിനേക്കാൾ പെട്ടെന്ന് വഴങ്ങി വരും. മാത്രമല്ല അവർ പറയുന്ന സമയങ്ങളിൽ വരികയും കൃത്യസമയത്ത് തന്നെ ഉണ്ടാവും. മറ്റേ പിള്ളേർ വരണ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കൃത്യ ടൈമിലെത്തൂല്ല ആമ്പിള്ളേർ. ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല, കൃത്യമായിട്ടെത്തും, കുഴപ്പമൊന്നുമില്ല. തുടക്കത്തിലെ ആശങ്ക മാറിയിരിക്കുന്നു. ഇനിയും കൂടുതൽ പഠിക്കണമെന്നാണ് ചെണ്ട പരിശീലിക്കുന്ന പെൺകുട്ടികളുടെ ആഗ്രഹം. ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ആൺകുട്ടികൾക്ക് മാത്രമേ നന്നായിട്ട് ചെണ്ട കൊട്ടാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് ആശ നന്നായിട്ടൊക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് അരങ്ങേറ്റമൊക്കെ എത്തിയപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമല്ല ചെണ്ട പരിശീലനം പെൺകുട്ടികളെ കൊണ്ടും ആവുമെന്ന് നമുക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. നന്നായിട്ട് ആശാൻ പഠിപ്പിച്ചു. എനിക്കിനിയും തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ACV ന്യൂസ്, ആറ്റിങ്ങൽ.